സഞ്ജുവിന്റെ ബാറ്റിങ്ങിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വെസ്റ്റ് ഇൻഡീസായിട്ട് ജയിച്ച മാച്ച് എനിക്ക് വാസ്തവത്തിൽ ഒരു വിരാട് കോഹ്ലിയൊക്കെ ബാറ്റ് ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലേക്ക് സഞ്ജു ഉയർന്നതായിട്ട് നമ്മൾ കണ്ടു. ഈവൻ രാഹുൽ ദ്രാവിഡിന്റെ ഒക്കെ തന്നെ നല്ല സമയം ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ഒരു 30 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ സഞ്ജുവിനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ഒരു പ്രൈമാണ് ബാറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്കെന്ന് പറയാം. ഇൻക്ലൂഡിങ് ജാവഡ് മിയാൻഡർ, അതുമാതിരി തന്നെ പഴയ അലൻ ബോർഡർ, അവരുടെയൊക്കെ ഏറ്റവും നല്ല സ്കോഴ്സ് വന്നിട്ടുള്ള സമയം ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കോളും. ഇന്ത്യയുടെ ആദ്യത്തെ ഈ ലീഗ് റൗണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടായി. ഈവൻ US ആയിട്ട് പോലും ജയിച്ചു എങ്കിൽ പോലും ഇത്രയും മതിയോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വിജയമായിരുന്നു. അതുപോലെ പിന്നീട് നടന്ന മത്സരങ്ങളിലുമൊക്കെ ആ ഒരു കുറവ് നമുക്ക് കണ്ടിരുന്നു. പക്ഷേ എപ്പോഴും ഒരു നല്ല ടീം ഷേപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്കൊക്കെ ടീം മാനേജ്മെൻറ്റിന് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ടൂർണമെൻറ്റ് പുരോഗമിക്കും തോറും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ സഞ്ജു സാംസന്റെ വരവ് തന്നെയാണെന്നുള്ളത് നിസ്സംശയം പറയാം. ഓപ്പണർ റോളിലേക്ക് വളരെയധികം പ്രതീക്ഷയോടെ ഈ ടൂർണമെൻറ്റിന് മുമ്പ് വന്ന അഭിഷേക് ശർമ്മ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത് ഒരുപക്ഷെ ഇന്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിയ പോലെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഒരു ഇളകുന്ന കപ്പലിനെ പിടിച്ചു നിർത്തി എന്ന് വേണേൽ സഞ്ജുവിനെ പറയാം. പിടിച്ചു നിർത്തുക മാത്രമല്ല, അങ്ങോട്ട് ആക്രമിച്ച് പ്രതിയോഗികളെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള ആ ശൈലിയിലുള്ള ഒരു ബാറ്റിംഗ് പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിൻ്റെ ഫോർച്യൂൺസ് മാറാനുള്ളതിന് ഒരു പ്രധാന കാരണം. T20 ക്രിക്കറ്റിലൊരു ചാൻസ് എടുത്ത് ഔട്ടാവുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ ക്രൈമൊന്നുമല്ല, കാരണം ചെയ്തേ പറ്റൂ. പിന്നെ ഇപ്പോൾ ഒരേ ഐഡൻറ്റിക്കൽ ഡിസ്മിസൽസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പരിശോധിക്കണം. അതായത് ഇപ്പോൾ അഭിഷേക് ശർമ്മയ്ക്ക് ഇനി മറ്റുള്ള ടീമുകൾ പേസ് അറിയില്ല എന്ന് ഉറപ്പാണ്. സ്പിന്നേഴ്സിനെ വെച്ച് തുടങ്ങും. സഞ്ജു അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടല്ല ഔട്ടായിക്കണം. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള മാച്ചുകൾക്ക് 28-30 എന്നൊക്കെ പറഞ്ഞ് ഔട്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും നല്ല സ്ട്രോങ് ക്രിക്കറ്റിംഗ് ഷോട്ട്സ് അടിച്ചു, അത് ഔട്ടായി, ക്യാച്ച് പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ വെസ്റ്റ് ഇൻഡീസായിട്ട് കളിച്ച ഇന്നിങ്സ് ആണ് ബ്ലെമിഷ്ലെസ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് കളിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ തന്നെ ചാൻസ് എടുത്തപ്പോൾ ആദ്യം ഒരു ക്യാച്ച് പോയിരുന്നു, ആ ലൈഫ് കിട്ടി. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ക്രിക്കറ്റിലൊരു ബാറ്റർക്ക് ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് മഹാപാപമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ഫോർച്യൂൺ ഫേവേഴ്സ് ബ്രേവ് എന്ന് പറയും T20 ക്രിക്കറ്റിൽ. അപ്പം അതുകൊണ്ട് ബ്രേവായിട്ട് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഷോട്ട് ആഫ്റ്റർ ഷോട്ട് പോയിക്കൊണ്ടിരുന്നതിന് പകരം ആ വെസ്റ്റ് ഇൻഡീസ് മാച്ചിന് പ്രത്യേകിച്ചും ആദ്യത്തെ അപ്പുറത്തുനിന്ന് വിക്കറ്റുകൾ വീണ് തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് അറിയാതെ തന്നെ വന്നു. അത് ഇല്ലെങ്കിൽ ഞാൻ നിന്നാലേ എത്തുള്ളൂ എന്നൊരു ഫീല് വന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് അയാൾ ഒരു ഇതിൽ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി ഫീൽ വരുമ്പോഴേക്കും ലോങ്ങർ ഇന്നിങ്സ് കളിക്കാൻ പറ്റും. അയാളുടെ ആദ്യം അവർ ടീം മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിരുന്നത് ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കൊടുക്കാനുണ്ട് ആണ് അവർ റിക്വയർമെൻറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ജോലിയും കൂടെ ഏറ്റെടുക്കേണ്ട വന്നപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതൊരു ഈ എന്താ പറയുക, മെച്യൂരിറ്റി എന്നൊക്കെ പറയില്ലേ, ആ മെച്യൂരിറ്റിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷനാണ്. കഴിഞ്ഞ 90 അടിച്ച് ഇവരെ വെസ്റ്റ് ഇൻഡീസായിട്ട് ജയിച്ച മാച്ച് എനിക്ക് വാസ്തവത്തിൽ ഒരു വിരാട് കോഹ്ലിയൊക്കെ ബാറ്റ് ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലേക്ക് സഞ്ജു ഉയർന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതുവരെയും സഞ്ജുവിൻ്റെ സ്ട്രോക്ക് മേക്കിംഗ് എബിലിറ്റിയെ പറ്റി ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ഇന്നിങ്സ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും വിമർശനം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അതും കൂടെ ഇപ്പോൾ വളരെ ഭംഗിയായി നിർവഹിച്ച ശേഷം സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബാറ്റർമാരെ സംബന്ധിച്ചോളം പണ്ട് നമ്മൾ ചരിത്രം വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ലോകത്തിലെ ക്ലാസ് ബാറ്റ്സ്മാൻമാരെ നമ്മൾ വാഴ്ത്തപ്പെടുന്ന മിക്കവരുടെയും ഏറ്റവും നല്ല കാലം 30 തൊട്ട് 35 വയസ്സ് വരെയുള്ളതാണ്. സ്റ്റീവോ അടക്കം എല്ലാവരും 30 to 35 ആണ്. ഇപ്പോൾ തെണ്ടുൽക്കറൊക്കെ വളരെ എക്സെപ്ഷണലായിട്ട് 16 വയസ്സിലും 17 വയസ്സിലൊക്കെ വന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈവൻ രാഹുൽ ദ്രാവിഡിൻ്റെ ഒക്കെ തന്നെ നല്ല സമയം ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ഒരു 30 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ സഞ്ജുവിനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒരു പ്രൈമാണ് ബാറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്കെന്ന് പറയാം വേണമെങ്കിൽ. അതുകൊണ്ട് ഈ ഒരു 2 ഇന്നിങ്സോടുകൂടി തന്നെ എല്ലാ ഫോർമാറ്റിലേക്കും സഞ്ജു പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു ചർച്ചകൾ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ ടെക്നിക്കലി ആൻഡ് മെൻ്റലി വളരെ പീക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇനി അടുത്തൊരു 4-5 കൊല്ലത്തേക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. നമ്മൾ ഈ ഒബ്സർവേഷൻ കുറച്ചുകൂടെ നന്നാവും. കളിച്ച് ഈ എന്താ പറയുക, പരാജയപ്പെട്ടും വിജയിച്ചും ഒക്കെ. മറ്റേ സമയത്ത് എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റിങ്സ് വെച്ചിട്ടാണ് കളിക്കുക. കുറച്ചുകൂടെ യങ്ങറായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിങ്റ്റിലാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇൻസ്റ്റിങ്റ്റിൻ്റെ കൂടെ ഇൻസ്റ്റിങ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതും കൂടെ നമ്മുടെ മനസ്സ് പറഞ്ഞു തരികയാണ്. അതാണ് ശരിക്കും മെച്യൂരിറ്റി ബാറ്റിങ്ങിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർവ്വ ആളുകൾ കുറച്ച് ഏർലിയറായിട്ട് മെച്യൂറായിട്ടുള്ളവരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇൻ ജനറൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ബാറ്റർമാരുടെയൊക്കെ
ഒരു 80% ഞാൻ പറയാം അവരുടെ നല്ല കാലം എന്ന് പറയുന്നത് 30s ഉണ്ടായിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ജാവഡ് മിയാൻഡാർ, അതുമാതിരി തന്നെ പഴയ അലൻ ബോർഡർ. അവരുടെയൊക്കെ ഏറ്റവും നല്ല സ്കോഴ്സ് വന്നിട്ടുള്ള സമയം ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ.